നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിൽ ഓച്ചിറ മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിപ്പം നോക്കുന്ന ദൃശ്യങ്ങൾ കരുനാഗപ്പള്ളി ഡയറക്ഷനിലോട്ടുള്ള നോക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇപ്പോൾ സർവീസ് റോഡിൽ കൂടി ഇതുവഴി ബൈക്കുകാർക്കൊക്കെ വേണമെങ്കിൽ കരുനാഗപ്പള്ളിയിലോട്ട് പോകാം. മിക്ക ആൾക്കാരും പള്ളിയുടെയും അമ്പലത്തിൻ്റെയൊക്കെ മുമ്പിൽ കൂടിയുള്ള റോഡിൽ കൂടിയാണ് നേരെ പോകുന്നതും വരുന്നതും ഒക്കെ. ഇവിടെ തൽക്കാലത്തേക്ക് നമുക്ക് ചെറിയ കുണ്ടും കുഴിയൊക്കെ ഉണ്ട് സർവീസ് റോഡിൽ കൂടി പോകുന്നതിന് വേണ്ടിയിട്ട്. വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചാണ്. നമ്മളിപ്പം കുറച്ച് ഭാഗം കൂടി കൊല്ലം ജില്ലയുടെയാണ്. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് കയറിക്കഴിഞ്ഞാണ് ആലപ്പുഴ ജില്ലയിലേക്ക് വരുന്നത്. അതുകൊണ്ട് കൂടുതൽ ആലപ്പുഴ ജില്ലയിലെ ആയതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പം വീഡിയോ എടുത്ത ദിവസം 27/12/2025 രാവിലെ ഏകദേശം ഒരു 8 മണി കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. ഇപ്പം നമുക്കിപ്പം നോക്കുമ്പം ഓച്ചിറയിലെ അണ്ടർപാസ് വലിയ അണ്ടർപാസ്സാണ്. അണ്ടർപാസ് ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ കൂടി മണ്ണ് കൊണ്ടുവന്ന് ഇട്ടതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വലതു ഭാഗത്തായിട്ടാണ് ഈ വാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പം ഇവിടുത്തെ പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പൂർണ്ണമായിട്ട് അവിടെ തുടങ്ങിയിട്ടില്ല. കാരണം നമ്മുടെ പഴയ റോഡ് കടന്നു പോകുന്നത് ഈ ഒരു സൈഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് അവിടെ പണി ചെയ്യാൻ വൈകുന്നത്. മാത്രമല്ല നമ്മളിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് അജന്ത ജംഗ്ഷൻ വരുന്നത്. അജന്ത ജംഗ്ഷനിൽ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി കഴിഞ്ഞാലേ പിന്നെ ഇവിടെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കത്തുള്ളൂ. ഇപ്പം ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അജന്ത ജംഗ്ഷൻ ഭാഗത്തായിട്ട് തന്നെ നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ നമുക്കിപ്പോൾ അവിടെ മീഡിയൻ വരുന്ന ഭാഗത്തായിട്ട് ക്രാഷ് ബാരിയർ വെച്ചിട്ട് അതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ മുക്കട ഭാഗത്തേക്കാണ് വരുന്നത്. പിന്നെ ഓച്ചിറ കഴിഞ്ഞേച്ച് പിന്നെ നേരെ ഒരു ചെറിയൊരു അണ്ടർപാസ്, പിന്നെ മുക്കടൽ അണ്ടർപാസ്സാണ്. അണ്ടർപാസിന് ആദ്യമായിട്ട് കൂടുതൽ മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുള്ള പണി തുടങ്ങിയതും മുക്കടൽ അണ്ടർപാസിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പിന്നെ രണ്ട് സൈഡിൽ കുറച്ച് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നതും കാണാൻ പറ്റും. നമുക്കിപ്പോൾ ആ വണ്ടി കിടക്കുന്നിടത്ത് കുറച്ച് ഭാഗം കൂടി ഈ ഒരു സൈഡിലായിട്ട് തന്നെ ടാറിംഗ് വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് മുക്കടൽ അണ്ടർപാസിൻ്റെ അടുത്തോട്ട് വരുമ്പം നടന്നത്. ഏകദേശം കുറച്ച് ലെവലായി കഴിഞ്ഞിട്ടുണ്ട്, എങ്കിലും കുറച്ചും കൂടെ പണിയുണ്ട്. നമുക്കിപ്പം നോക്കുമ്പം കാണാൻ പറ്റും കുറേ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. നമുക്കിപ്പം മുക്കടൽ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. മുക്കടൽ അണ്ടർപാസ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് വലത്തോട്ടുള്ള റോഡുള്ളത്. സത്യം പറഞ്ഞാൽ ഈ അണ്ടർപാസ് വരേണ്ടത് കുറച്ചും കൂടെ മുമ്പോട്ട് വന്ന് വലത്തോട്ടുള്ള റോഡിൻ്റെ ഒരു ഭാഗത്തായിട്ട് വന്നായിരുന്നെങ്കിൽ കുറച്ച് എളുപ്പമായിരുന്നേനെ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ അല്ലെങ്കിൽ വലിയ ചെറിയ വാഹനങ്ങളായാലും മുക്കടയിൽ നിന്ന് ഇപ്പം വലത്തോട്ടുള്ള റോഡ് കടന്നു പോകുന്ന റോഡ് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്കിപ്പം നേരെ ഇനി പോയിട്ട് കൃഷ്ണപുരം കഴിഞ്ഞ് KPSC ജംഗ്ഷൻ എത്തുന്നിടത്തുള്ള അണ്ടർപാസിൻ്റെ അടുത്ത് നിന്ന് യൂട്ടേൺ എടുത്തിട്ട് വന്നിട്ട് വേണം ഇവിടുന്ന് തിരിഞ്ഞ് അങ്ങോട്ട് പോകാൻ. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും എല്ലാവർക്കും. നേരെ നമ്മൾ മുക്കടയിലെ അണ്ടർപാസ് കഴിഞ്ഞ് ഇനി നേരെ കൃഷ്ണപുരം ഭാഗത്തേക്കാണ് വരുന്നത്. കൃഷ്ണപുരം ഭാഗത്തായിട്ട് വരുമ്പോൾ വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു വലത്തേ സൈഡിലായിട്ട് തുടങ്ങിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അവിടെ തന്നെ ഡ്രൈനേജിൻ്റെ പണിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കുറേ നാളിന് മുമ്പേ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുറേ വീഡിയോസിന് മുമ്പേ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പണിയൊന്നും ഇല്ലാതിരുന്ന സ്ഥലമായിരുന്നു. അപ്പം കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ ഇടതു ഭാഗത്തായിട്ട് പാലത്തിൽ 3 വരിയും വലതു ഭാഗത്തായിട്ടുള്ള പഴയ പാലം 2 വരിയായിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കുറേ കൂടി മണ്ണ് കൊണ്ടുവന്നിട്ടിട്ട് GSB നിരത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പം വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ വാഹനങ്ങൾ കിടക്കുന്നത് കാണാൻ പറ്റും. അത് കായംകുളം RTO ഓഫീസിൻ്റെ വണ്ടി ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം വാഹനങ്ങൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ്. കൃഷ്ണപുരം കൊട്ടാരത്തിലോട്ട് തിരിഞ്ഞു പോകുന്ന റോഡാണ് നമുക്കിപ്പം ഇടത്തേ സൈഡിലായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞ് മുമ്പോട്ട് വരുന്ന വഴിക്ക്
പിന്നെ നമ്മൾ KPSC ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടുള്ള അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്ത് ഇത്രയും സ്ഥലത്തായിട്ട് അവർ ടാറിംഗ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറിൽ വെള്ള പെയിൻ്റ് അടിച്ചിട്ട് കറുത്ത ലൈൻ മാർക്ക് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. മാത്രമല്ല രണ്ട് സൈഡിലുമായിട്ട് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടി പോസ്റ്റും ഈ ഒരു ഭാഗത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് ഇതുവഴിയാണ് വാഹനങ്ങൾ കായംകുളം ഡയറക്ഷനിലോട്ടും കരുനാഗപ്പള്ളി ഡയറക്ഷനിലോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി നേരെ എത്തിയിരിക്കുന്നത് കൃഷ്ണപുരം കഴിഞ്ഞിട്ട് നേരെ KPSC ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഇടതുഭാഗത്തായിട്ടാണ് കൂടുതലും മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. ഇടതുഭാഗത്തായിട്ടാണ് ആറിവാൾ ബ്ലോക്ക് ഉയർത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. വലതുഭാഗത്ത് പണികൾ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങിയിട്ടില്ല. നമുക്കിപ്പോൾ നോക്കുമ്പം ആറിവാൾ പാനലൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറേ പണി ഈ ഒരു ഭാഗത്തും പുരോഗമിക്കാനുണ്ട്. നമുക്കിപ്പം മുമ്പോട്ട് വരുമ്പോൾ ഇടത്തെ സൈഡിലായിട്ട് ആറിവാൾ പാനൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഇടത്തെ സൈഡിലായിട്ട് അവർ ചെറുതായിട്ട് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ നേരെ വരുന്നത് KPSC ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടുന്ന് പിന്നെ നമുക്ക് കായംകുളം അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം വരെയുള്ള സ്ഥലത്ത് വലുതായിട്ട് നമുക്ക് പറയത്തക്ക രീതിയിലുള്ള പണികളൊന്നും നടന്നിട്ടില്ല. അത്യാവശ്യം കുറച്ച് പണി കഴിഞ്ഞ് കിടക്കുകയാണ്. ആറുവരിപ്പാതയുടെയൊക്കെ ഏകദേശം രൂപത്തിലായി കിടക്കുകയാണ്. അപ്പം രണ്ടാമത്തെ ലെയർ ടാറിംഗ് വർക്കുകളും പിന്നെ ക്രാഷ് ബാരിയറൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള പണികളൊക്കെയാണ് ഇനി വരാനുള്ളത്. നമുക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണപുരത്തിനും KPSC ജംഗ്ഷനും ഇടയ്ക്കായിട്ടുള്ള അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള ഫ്രിക്ഷൻ സ്ലാബ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല പിന്നെ ആറിവാൾ ബ്ലോക്കും ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ കഴിഞ്ഞു പോയ സ്ഥലത്തായിട്ട് ഇടത്തെ സൈഡിലായിട്ട് ക്രാഷ് ബാരിയറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ള പെയിൻ്റ് അടിച്ചിട്ട് കറുത്ത ലൈൻ മാർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇടതുഭാഗത്തായിട്ട് തന്നെ ഇവിടെയും ഇപ്പം കാണുന്ന സ്ഥലത്തും അവർ ക്രാഷ് ബാരിയറിനകത്ത് സ്ട്രീറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല അവിടെയും വെള്ളയും കറുപ്പും പെയിൻ്റ് അടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി നമ്മൾ മുമ്പോട്ട് നേരെ അടുത്ത അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പിന്നെ കായംകുളം പാലം എത്തുന്നതിന് മുമ്പായിട്ടുള്ളൊരു വലിയ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ്. കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇനി അവിടെ പുരോഗമിക്കാനുള്ളത്. ഇവിടെ പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വശത്തായിട്ട് വലത്തെ സൈഡിലായിട്ട് 3 വരിക്കായിട്ടുള്ള റോഡിൽ കുറേ ഫ്രിക്ഷൻ സ്ലാബ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് ഇടത്തെ സൈഡിലായിട്ട് തന്നെ സ്ട്രീറ്റ് ലൈറ്റും സ്ഥാപിച്ച് കഴിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ നേരെ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കായംകുളത്തെ വലിയ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തും. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഭാഗമാണ്. അവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വലത്തെ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ആ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോകുന്നിടത്ത് രണ്ട് സൈഡിലും ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയിട്ട് പോസ്റ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്രാഷ് ബാരിയറിൽ വെള്ളയും കറുത്ത പെയിൻറ്റും അടിച്ചിട്ടുണ്ട്. നേരെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം അപ്രോച്ച് റോഡ് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിപ്പം ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഭാഗത്തായിട്ടായിരിക്കും ഇവിടുത്തെ എക്സിറ്റ് പോയിൻറ്റും എൻട്രി പോയിൻറ്റും. അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് സൈഡിലും ഇവിടെ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം കുറേ നാളിന് ശേഷമാണ് നമ്മൾ ഇവിടത്തേക്ക് വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം വരുമ്പോൾ നമുക്ക് കായംകുളത്തെ അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് കുറേ കൂടി മണ്ണ് കൊണ്ടുവന്നിട്ടിരിക്കുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇനി രണ്ട് സൈഡിലും സർവീസ് റോഡ് വരാതെ ബാക്കിയുള്ള ഭാഗത്ത് മണ്ണ് കൊണ്ടുവന്നിടുന്ന പരിപാടി ഇനി നടക്കുമോയെന്നറിയത്തില്ല. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ പഴയ റോഡ് പൊളിച്ചു മാറ്റി കളയാതെ ഇനി അത്രയും ഭാഗത്തായിട്ട് മണ്ണ് കൊണ്ടുവന്നിടുന്ന പരിപാടി നടക്കത്തില്ല. ഇനി രണ്ട് സൈഡിലും ഇനി സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇവിടെ നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ടുള്ള റോഡിൽ നിന്ന് ഹൈവേയിലോട്ട് കയറുമ്പം ഫ്രീ ആയിട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് അവരിപ്പം വഴി ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ട് അങ്ങോട്ട് വടക്കോട്ട് തിരിച്ചു വിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. നമ്മളിപ്പം കായംകുളം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അണ്ടർപാസ് ഇവിടെ ഓപ്പണാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനടിയിൽ കൂടിയൊക്കെ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇതാണിപ്പം ഇവിടുത്തെ കായംകുളത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ. അപ്പോൾ ഇവിടെ മുതൽ കായംകുളം മുതൽ നമ്മൾ കരുവാറ്റ വരെയുള്ള അപ്ഡേറ്റ് നമ്മുടെ കഴിഞ്ഞ വീഡിയോ ആയിരുന്നു. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കണ്ടിട്ടില്ലാത്തവർക്കത് കാണാം. അപ്പം കായംകുളം ബസ് സ്റ്റാൻഡാണ് നമ്മൾ വലതു ഭാഗത്തായിട്ട് കാണുന്നത്. ഇപ്പം ബസ് സ്റ്റാൻഡിൽ പുതിയതായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും അവിടെയും തുടങ്ങിയിട്ടില്ല. പഴയ കെട്ടിടമൊക്കെ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. നേരെ പിന്നെ നമ്മൾ കായംകുളം പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം പറഞ്ഞിട്ടുള്ള കാര്യം വീണ്ടും പറയുകയാണ്. നമുക്കിപ്പം
നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇടതുഭാഗത്തായിട്ട് ഒരു സർവീസ് റോഡ്, പിന്നെ 3 വരി, പിന്നെ പഴയ പാലം 2 വരി, പിന്നെ വലതുഭാഗത്തായിട്ട് കാണുന്ന പഴയ പാലത്തിൻ്റെ വലത്തേ സൈഡിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന പാലം സർവീസ് റോഡിന് വേണ്ടിയിട്ടുമായിരിക്കും. ഇങ്ങനെയായിരിക്കും 6 വരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാനുള്ള സാധ്യതയുള്ളത്. നമ്മൾ പാലം കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് പോകുമ്പം വലതുഭാഗത്തായിട്ട് തന്നെ അവരുടെ ക്യാമ്പ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത്, പ്ലാന്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത്. അപ്പം ആ ഒരു സ്ഥലത്തായിട്ട് തന്നെ വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഓച്ചിറ മുതൽ കായംകുളം വരെയുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും, കാത്തിരിക്കുക.